ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. മോസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരിസ്മാറ്റിക് നവീകരണം ഒരു യാത്രയാണ്. ദൈവത്തോട് ഒത്തുള്ള യാത്ര, ദൈവാനുഭവത്തിൻ്റെ യാത്ര. ഈ യാത്രയിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തെ ദിശാബോധത്തോടെ നയിച്ചവരാണ് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാന്മാർ, KST ചെയർമാന്മാർ. ഇവരെ പരിചയപ്പെടുകയും ഇവരുടെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് മോസസ്. മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ തൻ്റെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കരിസ്മാറ്റിക് നവീകരണത്തിലേക്കുള്ള തൻ്റെ രംഗപ്രവേശനത്തെ നമ്മളുമായി പങ്കുവയ്ക്കാനും നമ്മളോടൊപ്പം ആയിരിക്കുന്നത് 2004 മുതൽ 2007 വരെ KSTയുടെ ചെയർമാനായി സേവനം ചെയ്ത, ഇപ്പോൾ ഇടുക്കി രൂപതയിലെ ചുരുളി സെൻറ് തോമസ് ഫൊറോന പള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് നരിതൂക്കൽ അച്ഛൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. സുവിശേഷ പ്രഘോഷകർക്കിത് വരപ്രസാദത്തിൻ്റെ കാലമാണ്. ഇത് സുപ്രധാനമായ സമയമാണ്. കാരണം ആത്മാക്കളെ കൊയ്തെടുക്കുന്ന യുഗാന്ത്യ ശുശ്രൂഷ ഇതാ സമാഗതമാകുന്നു. അതിനാൽ തന്നെ നവീകരണം ഇതാ ഉജ്ജ്വലിക്കുന്നു. ആദി ചൈതന്യത്തിലേക്ക് മടങ്ങുന്ന നവയുഗ പ്രവാചകരായി ഓരോ സുവിശേഷ ധീരന്മാരും ഉണർന്നെഴുന്നേൽക്കുന്നു. KST എന്ന ആത്മീയ മുന്നേറ്റം ഇതാ പുതിയ ചൈതന്യം ധരിക്കുന്നു. ഇത് 2004-2007 കാലഘട്ടത്തിൽ കേരള സർവീസ് ടീമിനെ കാലിടറാതെ നയിച്ച ഫാദർ ജോസ് നരിത്തൂക്കിൽ തികഞ്ഞ സമർപ്പണത്തോടെ, വിശ്വാസ ചൈതന്യത്തോടെ നവീകരണ സമൂഹത്തെ തൻ്റെ നാഥൻ്റെ വയലിൽ നയിച്ച അനുഭവം ഇതാ നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നു. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിലെ ചെയർമാന്മാരെ പരിചയപ്പെടുത്തുന്ന മോസസ് എന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും അതുപോലെ നവീകരണ അനുഭവത്തിലേക്കുള്ള അച്ഛൻ്റെ കടന്നുവരവും ഒക്കെ വളരെ വിശദമായിട്ട് അച്ഛൻ സംസാരിച്ചു. ഈ എപ്പിസോഡിൽ കുറച്ചുകൂടി ആഴപ്പെട്ട അച്ഛൻ്റെ ദൈവാനുഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അച്ഛനെ വളരെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തെ അച്ഛനൊരു ആവേശമായിട്ടാണ് അച്ഛൻ പറഞ്ഞു വെച്ചത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ വ്യക്തിപരമായ ഒരു യേശു ബന്ധം, അച്ഛൻ എനിക്ക് തോന്നുന്നു കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നപ്പോൾ അച്ഛൻ്റെ ഒരു യേശു ബന്ധത്തിൻ്റെ മാനം വർദ്ധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് അച്ഛൻ്റെ ആ ഒരു അച്ഛനും ഈശോയും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നത് പോലുള്ളൊരു ആത്മീയ ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം നമ്മൾ പറയില്ലേ, ആ ഒരു സ്വാതന്ത്ര്യം തമ്പുരാനുമായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. വലിയ ബ്ലോക്കുകളില്ലാതെ, വലിയ മുഖംമൂടിയില്ലാതെ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് എളിമപ്പെടാനും എൻ്റെ ഇല്ലായ്മയൊന്ന് പറയാനും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ ദൈവത്തെ കാണാൻ ശ്രമിക്കുക, യേശുവിനെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ എന്തോരം നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴും നമുക്കൊരു ഫീൽ ചെയ്തുകൊണ്ട് എൻ്റെ തമ്പുരാൻ എന്നെ കേൾക്കുന്നു എന്നൊരു ചിന്തയോടുകൂടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. വിശുദ്ധ വചനം വായിക്കാനും കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള, അത് ചാപ്പലിലായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ മുറിയിലായിരിക്കാം, കുറേ സമയം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ എനിക്ക് വന്ന കുറവുകൾ, പോരായ്മകൾ, തെറ്റിപ്പോയി എന്നൊക്കെ അങ്ങനെ ഒരു ആത്മീയ സ്വാതന്ത്ര്യം അനുസരിച്ച് തമ്പുരാനെ തെറ്റി ഞാനങ്ങ് അഡ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് ഒരു പടി കൂടി തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ തമ്പുരാൻ കൃപ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുക. പിന്നെ പരിശുദ്ധ അമ്മയുടെ ജപമാല എന്നെ വല്ലാതെ സഹായിക്കുന്നു.
വിശുദ്ധ കുർബാനയിലുള്ള ആ വലിയ ആരാധനയും പരിശുദ്ധ ജപമാലയാണ് എന്നെ പൗരോഹിത്യത്തിൽ എന്നെ ശരിക്കും ഒരു ശക്തിയായിട്ട് എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ 3 ഘടകങ്ങൾ, അതായത് അച്ഛൻ്റെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥന, പിന്നെ ജപമാല, ദൈവവചന ജീവിതം, ഇത് 3 ആണ് അച്ഛൻ്റെ ഒരു ഒരു ശുശ്രൂഷ രംഗത്തിൻ്റെ ഒരു പില്ലേഴ്സ് അല്ലെങ്കിൽ ഒരു തൂണുകൾ എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്, അതായത് അച്ഛൻ ഇടവകകളിൽ, ഇപ്പം അച്ഛനിരുന്ന ഇടവകകൾ, ഹൈറേഞ്ചിലെ അച്ഛനിരുന്ന ഇടവകകളെല്ലാം അച്ഛനൊരു പ്രിയപ്പെട്ട അച്ഛനാണ്. കീരിത്തോടിലെ ആളുകൾക്കാണെങ്കിലും, പിന്നീട് അച്ഛൻ ഇടുക്കി പള്ളിയിലെ വികാരിയായിരുന്നപ്പോൾ അവിടെ, അതേ തുടർന്ന് അച്ഛൻ ഇപ്പോൾ ചുരുളിയിലെ വികാരിച്ചനായിട്ടിരിക്കും. അപ്പോൾ ഇവിടെയല്ല, പിന്നെ കൂമ്പമ്പാറ, അപ്പോൾ ഇവിടെ എല്ലാ ആളുകൾക്ക് നരുതൂക്കലച്ഛൻ വളരെ പ്രിയപ്പെട്ട ഒരച്ഛനാണ്. അച്ഛനെ ഒരു ജനങ്ങളുടെ ഇടയിൽ ഹൃദ്യമായ ഒരു ബന്ധമുള്ള ഒരു അച്ഛനാക്കി തീർക്കാൻ കരിസ്മാറ്റിക് നവീകരണം അച്ഛനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞാനത് അതിന് നന്ദി പറയുന്നത് കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിലൂടെ എനിക്ക് ചില ബോധ്യങ്ങൾ, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചൊല്ലണമെന്നും അവരെ കേൾക്കണമെന്നും ശാന്തമാകണമെന്നും സംസാരിക്കണമെന്നൊക്കെയുള്ള ചില ബോധ്യങ്ങൾ എനിക്ക് കിട്ടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ പൗരോഹിത്യ അജപാന ശുശ്രൂഷകളിൽ ആ ഒരു ബോധ്യമനുസരിച്ച് പെരുമാറാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നു, എനിക്കിവിടെ ചുരുളിയിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. വൈകുന്നേരങ്ങളിൽ ഞാൻ ഫ്രീ ആകുന്ന ദിവസങ്ങളെല്ലാം ഞാൻ ഒരു ദിവസം 3 വീടുകൾ സന്ദർശിക്കാൻ തീരുമാനിച്ചത്. സാധാരണഗതിയിൽ ഒരു വർഷം ഒരു 6-7 പ്രാവശ്യമെങ്കിലും ഒരു വീട്ടിൽ ഞാൻ ചെന്നിരിക്കും. ഒരു വർഷത്തിൽ ഒരു 7 പ്രാവശ്യമെങ്കിലും പല കാരണങ്ങൾക്ക് വേണ്ടി, വെഞ്ചരിപ്പിന് വേണ്ടിയാകാം, പിരിവിന് വേണ്ടിയാകാം, കൂട്ടായ്മയ്ക്ക് വേണ്ടിയാകാം, പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാകാം, ഒരു 7 പ്രാവശ്യം ഞാൻ ചെല്ലാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകും. ഒന്നുകിൽ സാക്രിസ്റ്റനായിരിക്കാം, അല്ലെങ്കിൽ പാരിഷ് കൗൺസിലംഗമായിരിക്കാം, അല്ലെങ്കിൽ കൈക്കാരന്മാരായിരിക്കാം. അപ്പോൾ വ്യക്തിപരമായ ബന്ധം അവരുമായിട്ട് എനിക്ക് പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ ഒരു വീട്ടിൽ ഒരു 3/4 മണിക്കൂർ സമയം എന്ന വണ്ണം ഞാൻ തനിച്ച് അങ്ങ് ചെല്ലുകയാണ്. തലേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ വിളിച്ച് പറയും. അപ്പോൾ ആ വീട് പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കും. അവിടുന്ന് ആഹാരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അത് നേരത്തെ പറഞ്ഞിരിക്കും. പരമാവധി ഒരു ഗ്ലാസ് കാപ്പി തന്നാൽ അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു, അത് പിന്നെ നിരസിക്കില്ല. ബട്ട് അത്താഴമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു 3/4 മണിക്കൂർ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ഒരു പക്ഷേ എന്നോടുള്ള ചില കാര്യങ്ങൾ, സഭയോടുള്ള അവരുടെ വിഷമതകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടും സംസാരിക്കാനും വേണ്ടി, ഒരു അനുരഞ്ജനം സാധ്യമാകാൻ വേണ്ടി, ഒരു പക്ഷേ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളായിരിക്കാം, ഇത് സഭയോടുള്ള ചില വിഷമതയായിരിക്കാം, മറ്റേതെങ്കിലും വൈദികനോട്, ഈവൻ എന്നോട് തന്നെയുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഒന്ന് അനുരഞ്ജനപ്പെടാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് വല്ലാതെ, എനിക്കും അത് കുടുംബക്കാർക്കും ഒരു വലിയൊരു എന്താ പറയുക ആത്മീയ വളർച്ചയ്ക്ക്, സന്തോഷത്തിന് കാരണമായിട്ടുണ്ട്. ഇവിടെ എനിക്ക് ചുരുളിയിൽ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. കുറേ മറ്റ് അപ്പോയിൻമെൻറ്റ്സ് വന്നുകൊണ്ട് എനിക്ക് കൂമ്പൻപാറയിലൊക്കെ ഞാനത് പ്രാക്ടീസ് ചെയ്തിരുന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു ജനത്തെ സംബന്ധിച്ച്. അതിലൂടെ അച്ഛൻ കണ്ട ചില പ്രകടമായ അനുഭവങ്ങൾ ഏതെങ്കിലും ഓർക്കുന്നു? ഈ ഭവന സന്ദർശനം വഴി എനിക്ക് ഒരു പടി കൂടി ഓരോരുത്തർ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ അവരിൽ കണ്ട കാര്യം, ഒരു പക്ഷേ അവർക്കുണ്ടായിരുന്ന ചില സംശയങ്ങൾ മാറിക്കിട്ടാനും, ഇടവകയോട് സ്നേഹിക്കാനും, ഇടവയുടെ ഭാഗമാണ് തങ്ങളെന്ന ബോധ്യം അവർക്കുണ്ടാകാനും, എല്ലാറ്റും ഉപരിയായിട്ട് സഭയോട്, പ്രത്യേകിച്ച് വൈദികരോട്, സന്യസ്തരോട്, മെത്രാന്മാരോടൊക്കെ ഉള്ള ചില വ്യക്തികളുടെ എല്ലാം എൻ്റെ മാനസികമായിട്ടുള്ളൊരു അകൽച്ച മാറിക്കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു കാര്യങ്ങളുടെ ഗൗരവം. അത് ബോധ്യമാകുമ്പോഴേ അവർക്ക് കുറച്ചുകൂടി അയ്യോ അച്ഛാ അങ്ങനെയായിരുന്നു, എനിക്ക് മനസ്സിലായിരുന്നില്ല. അതുവഴി അവർ കൂതാശ ജീവിതത്തിലേക്കും സഭയോടുള്ള അടുത്ത ബന്ധത്തിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ കണ്ട ഒരു കാര്യമായിരുന്നു അത്. അച്ഛാ, ഇത് പറയുമ്പം ഏതെങ്കിലും ചില കുടുംബങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ ഈ അച്ഛൻ്റെ ഈ ഒരു ഇറങ്ങിച്ചെല്ലൽ ഇത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ചില അനുഭവങ്ങൾ? ഒരുപാട് അനുഭവങ്ങൾ അതിൻ്റെ പേരിലുണ്ട്. ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് ഇങ്ങനെ പേര് പറയുന്നില്ല. ബട്ട് ഞാൻ ഓർക്കുന്നു, കൂമ്പൻപാറ ഇടയിൽ വെച്ചുള്ള ഒരു സംഭവമാണ്. ഞാൻ ഒരു വീട്ടിൽ ചെല്ലുകയാണ്. നേരത്തെ അന്ന് ഒരു വീട്ടിൽ 1 മണിക്കൂറായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഞായറാഴ്ച പള്ളി പിടിച്ച് പറഞ്ഞിരുന്നു. അവരെന്നെ വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ ചെല്ലുന്നു. എവിടെ അല്പം അകലെയുള്ള വീടാണെങ്കിൽ എവിടെ എൻ്റെ വണ്ടി ഇറങ്ങി ചെല്ലുമോ അവിടെ നിന്ന് അവരെന്നെ കൂട്ടിക്കൊണ്ട് പോകണം. തിരിച്ച് ആ വണ്ടിയിൽ അവിടെ വരെ കൊണ്ടുവരണം. കാരണം ഇപ്പം ഞാൻ രാത്രി അച്ഛൻ തനിച്ച് പോകുന്നത് ശരിയല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞിരുന്നു. ആ കുടുംബനാഥൻ വന്ന് എന്നെ ക്ഷണിച്ചുകൊണ്ട് അവിടെ പോയി ചെന്നപാട് നമ്മുടെ എൻ്റെ റെഗുലർ കാര്യങ്ങൾ ചെന്നപാട് നമ്മളൊന്ന് അവിടെ വിശേഷം ചോദിക്കുന്നു. ഒരു അരമണിക്കൂർ നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തുറന്ന ചർച്ച. ഞാൻ കണ്ട കാര്യം, അവിടെ ഒരു മകൻ, അദ്ദേഹം ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ്. ഞാൻ ചെല്ലുന്നപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു എനിക്കറിയാം. പക്ഷേ പിന്നെ കാണാൻ പറ്റില്ല അവനെ. പുള്ളി ഇവിടെ ഡ്രോപ്പായി. ഞാൻ അന്വേഷിച്ചു, മോനെന്തേ? അന്നേരം അവൻ്റെ ഡാഡിയും മമ്മിയും മുഖത്ത് നോക്കിക്കൊണ്ട് വല്ലാതെ വിഷമിക്കുന്നത് കണ്ടു. ബാക്കി 3 കുട്ടികൾ അവിടെയുണ്ട്, ഇവനെ മാത്രം കാണുന്നില്ല. അതിനുശേഷം പറഞ്ഞു എന്താ പറ്റിയേ ചോദിച്ചു. അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് അവസാനം ഈ കാര്യത്തിലേക്ക് വന്നത് അവൻ പറഞ്ഞു വെച്ചാൽ, മകൻ നല്ല കുട്ടിയാണ്, ഒരു മദ്യപാനോ മറ്റൊരു ദുശീലം അവനില്ല, തെറ്റായ കൂട്ടുകളിൽ അവനില്ല, പക്ഷേ സഭയോട് അവന് വളരെ വെറുപ്പാണ്.
ഏതോ അച്ഛന്മാർ തമ്മിലൊരു ഒരു ബന്ധത്തിൻ്റെ വന്ന അകൽച്ചയാണ് കാരണം. ഞങ്ങൾക്ക് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അച്ഛൻ. അച്ഛനെ വന്ന് കാണാൻ പറഞ്ഞിരുന്നു, പക്ഷേ സമ്മതിക്കുന്നില്ല. ബാംഗ്ലൂർ പോയി, അവനവിടെ കൂതാശ ജീവിതമൊന്നുമില്ല, പക്ഷേ നന്നായി ജീവിക്കുന്നു, നല്ലൊരു മനുഷ്യൻ. പക്ഷേ വിശ്വാസവും അവനുണ്ട്, പക്ഷേ പള്ളിയിൽ പോക്കില്ല. ഞാൻ അവൻ്റെ മൊബൈൽ നമ്പർ വാങ്ങി തിരിച്ചു പോന്നു. അതിനുശേഷം പിന്നെ ഞാൻ ആ കാര്യം മറന്നുപോയിരുന്നു. പക്ഷേ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ആരും എന്നെ ഫോൺ ചെയ്തു, അച്ഛാ മോനെ ഒന്നും വിളിച്ചില്ലായിരുന്നല്ലോ. അപ്പോഴാണ് പിന്നെ ഞാൻ ഓർത്ത കാര്യം. ഞാൻ വിളിച്ചപ്പോൾ അവൻ റഫായിട്ട് സംസാരിച്ചു, എനിക്ക് കാണണ്ട എന്നുള്ള കാര്യത്തിൽ. പക്ഷേ കാണണ്ടെങ്കിൽ കാണണ്ട, നീ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അന്നേരം അവൻ ഒരു സ്ഥലത്ത് അവിടെ നിൽക്കുന്നതായിട്ട് പറഞ്ഞു. ഞാൻ അവിടേക്ക് ചെന്നു. മാംഗ്ലൂർ? അല്ലല്ല, ഇവിടെ തിരിച്ചവൻ കൂമ്പന്മാരെ വന്നടയ്ക്കാൻ ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അവൻ തരാതെ ശ്രമിച്ചെങ്കിൽ പോലും ഞാൻ അവനെ പിടിച്ച് വളരെ സ്നേഹത്തോട് പിടിച്ച് എൻ്റെ കാറിൽ കയറ്റി. എന്നിട്ട് കുറച്ച് മാറി നല്ല കാഴ്ചയൊക്കെ സൗന്ദര്യമുള്ളൊരു ഭൂപ്രകൃതമുള്ള സ്ഥലത്ത് ചെന്നു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ കൂടെ അങ്ങിരുന്നു, സംസാരിച്ചപ്പോഴാണ് ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നപ്പോൾ അവനുണ്ടായ ചില ഫീലിങ്സ് അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരച്ഛൻ റഫായിട്ട് സംസാരിച്ചെന്നും അവനെ ഇടയ്ക്ക് കുർബാനയ്ക്ക് ഇറക്കി വിട്ടുവെന്നും, പിന്നീട് ഒരു കുമ്പസാരിക്കാൻ ചെന്നപ്പോഴും മറ്റൊരച്ഛൻ അദ്ദേഹത്തോട് റഫായി സംസാരിച്ചു, ഇതാണോ അച്ഛന്മാർ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഞാൻ ആ സമയത്ത് അവന് മുമ്പിൽ എനിക്ക് തോന്നിയത് അങ്ങനെയായിരുന്നു. മുട്ടൂത്ത് ഞാൻ സോറി പറഞ്ഞു 2 അച്ഛന്മാർക്കും വേണ്ടി. എന്നിട്ട് പറഞ്ഞു അതല്ല, പൗരോഹിത്യം ഉദ്ദേശിക്കുന്നത് അതല്ല. ചില അച്ഛന്മാരുടെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ അച്ഛന്മാരും പച്ചയായ മനുഷ്യരാണ്, കുറവുകളുണ്ടാകാം. പക്ഷേ അതല്ല സഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ കാഴ്ചപ്പാടെന്ന് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി ഞാൻ അവനെ സ്വാതന്ത്ര്യപ്പെടുത്താൻ ശ്രമിച്ചു. ബട്ട് അതൊരു അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു. പിന്നെ അവനങ്ങ് തുള്ളിച്ചാടി പോകുന്ന കണ്ടു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം. എൻ്റെ മുമ്പിൽ തന്നെ അവൻ ഒരു മണിക്കൂർ സമയത്തേക്ക് അവൻ്റെ വേദനകളെല്ലാം പങ്കുവെച്ച് കുമ്പസാരിച്ചു. കൗൺസിലിംഗ് നടത്തുന്ന രീതിയിൽ ഞാൻ അവനോട് സംസാരിച്ചു. പിന്നീട് ഇന്നും ഒരു നല്ല അവൻ വിവാഹത്തിനാണ്, ഒരു നല്ല കുടുംബജീവൻ നയിക്കുന്നു. പക്ഷേ കൃത്യമായിട്ട് അവൻ്റെ കുമ്പസാരങ്ങൾ എന്നോട് അവൻ കോൺടാക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്നെ വിളിക്കേണ്ട, അവിടെ വികാരിച്ചിട്ടുണ്ട്, അച്ഛനോട് കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ അവൻ ബന്ധം കാത്ത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും അവനെ ബന്ധം കീപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ ആവശ്യപ്രകാരം. അത്തരത്തിൽ കുറേയേറെ മാറ്റങ്ങൾ. അപ്പോൾ അച്ഛനാന്ന ആ ഒരു സമയം അവന് വേണ്ടി ചെലവഴിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി മറിച്ചാകുമായിരുന്നു. ഒരു പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം മറ്റാരും അച്ഛന്മാർ ഇടപെടുമായിരുന്നു. ഞാൻ അങ്ങനെ ഇടപെട്ടപ്പോൾ എനിക്കുണ്ടായ പ്രകടമായ ഒരു മാറ്റം ഞാൻ മനുഷ്യൻ കാണുകയായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ വിചാരിക്കുന്നു, ഞാൻ ആ കാരണമൊന്നും വിചാരിക്കുന്നില്ല. തമ്പുരാൻ മറ്റാരും ഉപയോഗിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ആത്മാവ് നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നെ ആ സമയത്ത് തന്നെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ശരിക്കും അനുഭവങ്ങൾ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഈ ഒരു വീടുകളിൽ ചെന്ന് ഇരിക്കുന്ന ആ ഒരു സമയങ്ങളിലൂടെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കുടുംബം സമേതം പലരും അവബോധങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കൻ തമ്മിൽ അകലാൻ ആഗ്രഹിച്ചിരുന്നവർ, ഡൈവോഴ്സിന് വക്കിലെത്തിയ ആൾക്കാർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി തുടരാൻ ബുദ്ധിമുട്ടുണ്ട്, 21 വർഷമായി ഞാൻ ഭാര്യയായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അല്പം പോലും സമാധാനം തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പറയുന്നവരും, ഇവളെന്നെ കേട്ടില്ലെന്ന് പറയുന്ന പരാതി പറയുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. നിർവാഹമില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഒന്ന് യോജിപ്പിക്കാനും ധ്യാനിക്കാൻ പറഞ്ഞു വിടാനും അത്തരത്തിലൊക്കെ എനിക്ക് തമ്പുരാൻ ഉപയോഗിച്ച ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ഉണ്ട് ഈ ഒരു സന്ദർശനം വഴി എനിക്ക് കിട്ടിയത്. അതുകൊണ്ടായിരിക്കുമോ അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാനായ ആ കാലഘട്ടത്തിലാണ് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൽ പാരിഷ് മിനിസ്ട്രി, നേരത്തെ യുവജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ജനറൽ കരിസ്മാറ്റിക് നവീകരണത്തിനിടയിൽ പാരിഷ് മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി രൂപപ്പെടുന്നത് അച്ഛൻ്റെ കാലത്താണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഒരു വ്യക്തിപരമായ ശാഠ്യമാണ് പാരിഷ് മിനിസ്ട്രി ഉണ്ടാകാൻ കാരണം. ഈ ബോധ്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ഈ അനുഭവങ്ങളായിരിക്കും അച്ഛനെ ഇത് കരിസ്മാറ്റിക് നവീകരണത്തിൽ പാരിഷ് ബന്ധിയാകണം എന്ന ഒരു തിരിച്ചറിവിലേക്ക് കൊണ്ടുവന്നത്. അതിന് പിറകിൽ തീർച്ചയായിട്ടും ഈ ബോധ്യങ്ങളുണ്ട്. ഇത് സംഭവിക്കുന്നതിന് മുൻപാണ് പാരിഷ് മിനിസ്ട്രി രൂപപ്പെട്ടത്. ഞാൻ അതിന് ശേഷമാണ് ഇവിടെ കുമ്പന്മാർ വന്നത്. ബട്ട് അതെനിക്ക് കിട്ടിയൊരു പ്രചോദനം, ഞാൻ KCBC അന്നത്തെ കാലത്ത് ഞാൻ ആയിരുന്ന KST ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ് KCBC ഒരു കമ്മീഷനായി മാറിയത്, കരിസ്മാറ്റിക് കമ്മീഷനായത്. അഭിമന്യ മാർ ചക്കിയത്ത് പിതാവ്, മാർ അത്യപ്പഴി പിതാവ്, മാർ ദിവന്യസ് പിതാവ്, ഈ 3 പിതാക്കന്മാരായിരുന്നു കമ്മീഷൻ ചെയർമാനും മറ്റു വൈസ് ചെയർമാന്മാരും. ആ അവസരത്തിൽ മറ്റു കമ്മീഷൻ ചെയ്തതുപോലെ കരിസ്മാറ്റിക്കിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കണമായിരുന്നു. KCBC കൂടുമ്പോൾ അഭിനയ പിതാക്കന്മാരുടെ മുമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിക്കണം. ഞാനും അന്ന് ആദ്യമായിട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ചൊല്ലുകയാണ്. നമുക്ക് മുൻ പരിചയമില്ല, KST ചെയർമാൻ്റെ മുൻ പരിചയമില്ല. ആദ്യമായിട്ട് ഞാൻ KCBC കമ്മീഷൻ സെക്രട്ടറി ആകുന്നത്. ഞാൻ റിപ്പോർട്ടുമായി ചെന്നു. പക്ഷേ അഭിനയ ചക്കിത്ത് പിതാവ് കാര്യങ്ങൾ പറഞ്ഞതിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. എല്ലാവർക്കും പ്രിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വിവിധങ്ങളായ മിനിസ്ട്രികളെക്കുറിച്ച് പരിചയപ്പെടുത്തി. കരിസ്മാറ്റിക് മുന്നേറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം നമ്മുടെ വിവിധങ്ങളായ മിനിസ്ട്രികളെ അഭിനയ പിതാക്കന്മാരുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തി. അന്നുണ്ടായിരുന്ന മിനിസ്ട്രികളെല്ലാം അതെല്ലാം അവർ കേട്ടിരുന്നു. അതിനുശേഷം അവരോട് ചോദ്യമുണ്ട്, ഇടവകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചില ഗ്രൂപ്പിന് വേണ്ടി ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷേ ഈ ഇടവക ആസച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു?
അത് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു പ്രാർത്ഥനാ ഗ്രൂപ്പിനെ വളർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു പ്രാർത്ഥനാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചെറിയ സമൂഹമാണ്, ഇടവകയിൽ ഒരു ചെറിയ ഗ്രൂപ്പാണ്, ഇടവകയിൽ ഒരു വലിയ ജനമുണ്ട് അവിടെ, അവർക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും പറയാനായിട്ടുണ്ടായില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു പിതാവ്, എനിക്കൊന്ന് പിന്നെ വർക്കി വിധേയത്തിൽ പിതാവായിരുന്നു, നേതൃത്വം KCBC-യുടെ അന്നത്തെ പ്രസിഡന്റ്, അദ്ദേഹം സൂചിപ്പിച്ചു അടുത്ത പ്രാവശ്യം വരുമ്പോൾ അച്ഛാ ഇടവകൾക്ക് വേണ്ടി കരിസ്മാറ്റിക് ചെയ്യുന്നത് എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അത് അച്ഛൻ കരുതിക്കൊണ്ട് വരണം, അത് ചെയ്യണം എന്നുള്ള ചിന്ത അഭിമന്യ മൺമറഞ്ഞു പോയ വർക്കി വിധേയത്തിൽ പിതാവ് സംസാരിച്ച് സൂചിപ്പിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. വാസ്തവത്തിൽ ഒരു സമൂഹത്തിന് യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമോ, കുറച്ച് യുവജനങ്ങൾ ജീസസ് യൂത്ത്, ബാക്കി യുവജനങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സിംഗിൾസ്, മറ്റ് മിനിസ്ട്രികളെല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഇടവകൾക്ക് വേണ്ടിയുള്ളൊരു ചിന്ത കരിസ്മാറ്റിക് പുലർത്തണമെന്ന് ചിന്തിച്ചപ്പോഴാണ് പാരിഷ് മിനിസ്ട്രി എന്ന പേരിൽ എനിക്കൊരു മനസ്സിലൊരു ചിന്ത വന്നത്. ഞാൻ സൂചിപ്പിച്ചു എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വരുന്നതിന് മുമ്പ് കുറേ പ്രാർത്ഥിക്കാറുണ്ട്. ഈ ചിന്ത വെച്ചുകൊണ്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇടവക കേന്ദ്രീകൃതമായ ഒരു മിനിസ്ട്രി ഉണ്ടാകണം എന്നൊരു ചിന്ത തമ്പുരാൻ്റെ മനസ്സിൽ കൊണ്ടുവന്നത്. അതിന് പിന്നെ ആ സമൂഹത്തിലെ KST-യിലെ മറ്റു മെമ്പേഴ്സുമായി ഞാൻ ഷെയർ ചെയ്തപ്പോൾ അതിനൊരു ഒരു പേര് വന്നു, പാരിഷ് മിനിസ്ട്രി, ഇടവക കേന്ദ്രീകൃതം. അതിനാണ് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചത്. പാരിഷ് മിനിസ്ട്രിയുടെ ആ ഒരു ബന്ധം ഇന്ന് ഞാൻ KST തലത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇടവകയിലും. തിരുസഭയുടെ ചൈതന്യം കുടികൊള്ളുന്നത് കുടുംബങ്ങളിലാകുന്നു. കുടുംബമാകുന്ന സഭയുടെ ഏറ്റവും മഹത്തരമായ രൂപം. അതിനാൽ തന്നെ കുടുംബങ്ങളിലേക്ക് നവീകരണം ആഴമായി ഇറങ്ങേണ്ടിയിരിക്കുന്നു. അതിനായി ഓരോ ഇടവകയും നവീകരണ ചൈതന്യത്താൽ നിറയപ്പെടുക എന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കുന്നു. കാരണം ഇടവകയിലെ ചൈതന്യമാണ് സഭയുടെ ഉണർവ്. കുടുംബങ്ങളുടെ വിശുദ്ധിയാകുന്നു സഭയുടെ മഹത്വം. സഭയുടെ ഏറ്റവും ചെറിയ രൂപം കുടുംബം നവീകരണ ജ്വാലയിൽ. ഈ ബോധ്യമാണ് പുതിയ കാലഘട്ടത്തിൻ്റെ നവീകരണ ദർശനം. തീർച്ചയായിട്ടും ഈ കരിസ്മാറ്റിക് നവീകരണ ഇടവകബന്ധി ആകണമെന്ന് അച്ഛൻ നിർബന്ധം പിടിച്ചപ്പോൾ ധാരാളം പ്രതിസന്ധികൾ അക്കാര്യത്തിൽ നേരിട്ടില്ലേ ഇടവകയിലേക്ക് കരിസ്മാറ്റിക് നവീകരണം വളരുന്നതിന്? ഒരുപക്ഷെ അതിനുശേഷം കൂടിയ KST മീറ്റിങ്ങിലൊക്കെ ഞാനത് സൂചിപ്പിച്ചിരുന്നു. KST-യിൽ അത് പങ്കുവച്ചു. പെട്ടെന്നങ്ങ് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അത് KST വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കരിസ്മാറ്റികത്തിൻ്റെ നേതൃത്വത്തിലുള്ള കുറേ ആളുടെ ഒരു മീറ്റിംഗ് ഞാൻ പല പ്രാവശ്യം വിളിച്ചുകൂട്ടി. MOS-ൽ വിളിച്ചുകൂട്ടിയപ്പോഴെല്ലാം പോസിറ്റീവായിട്ട് ഇതിന് താല്പര്യമുള്ള ആളുകളെ വിളിച്ചുകൂട്ടി. അതിന് നെഗറ്റീവായിട്ട് പറഞ്ഞവരുണ്ട്. ബട്ട് എല്ലാവരും കണ്ടെത്തിയ ഒരു സത്യം ഇതായിരുന്നു, കരിസ്മാറ്റിക് അങ്ങനെ വേറെ ഗ്രൂപ്പായിട്ട് മാറാൻ പറ്റില്ല, ഇടവക കേന്ദ്രീകൃതമാകണം. അങ്ങനെ വന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നെ ഇത് വന്നത് അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇടവക കേന്ദ്രീകൃതമാകുമ്പോഴേക്കും അച്ഛന്മാരുടെ ഒരു വലിയ പ്രോത്സാഹനം ഉണ്ടാകണം. നമ്മളിപ്പോൾ ഒരു ഇടവകയിൽ ചെല്ലുന്നു, അച്ഛന്മാർ സഹകരിക്കുന്നുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല, അച്ഛന്മാരുടെ പ്രോത്സാഹനം ഉണ്ടാകണം. പിന്നെ രൂപതയിലെ അഭിനന്ദ പിതാക്കന്മാർ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ വന്നപ്പോഴേക്കും പല ഇടവകളിലും അതിന് നെഗറ്റീവ് എന്താ പറയണേ ഒരു അനുഭവമാണ് വന്നത്. ബട്ട് അത് കുറച്ച് ഇടവകൾ മാത്രമേ ഉള്ളല്ലോ, ബാക്കിയുള്ളടത്തും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് വൈദികർ അതിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പ്രത്യേകിച്ച് അവരുടെ ഭക്തസംഘടനകൾ വളർത്താനും വേണ്ടി കരിസ്മാറ്റിക്കാരുടെ സാന്നിധ്യം, വിൻസെൻ്റ് ഇപ്പോൾ, മാതൃദീപ്തി തുടങ്ങിയ, പിന്നെ ജീസസ് യൂത്ത് അല്ലെങ്കിൽ KCYM അതിനൊക്കെ വളർച്ചയ്ക്ക് കരിസ്മാറ്റിക് നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങി. അത് അച്ഛന്മാർക്ക് വലിയ സന്തോഷമായതുകൊണ്ട് പാരിഷ് മിനിസ്ട്രി നന്നായി കൊണ്ടുപോകാൻ എല്ലാ അച്ഛന്മാരും താല്പര്യപ്പെട്ടത്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, പാലാരൂപതയിൽ ഞാൻ അഭിനന്ദ പിതാവിനെ സന്ദർശിച്ച് ചെന്നപ്പോൾ അന്ന് ഞാൻ പള്ളിക്കാപ്പറമ്പിൽ പിതാവിനെ കാണാൻ ചെന്നു. പള്ളിക്കാപ്പറമ്പിൽ പിതാവിനോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, വെച്ചാൽ ഞങ്ങളുടെ രൂപതയിലെ എല്ലാ ഇടവകളിലും ഒരു മധ്യസ്ഥ പ്രാർത്ഥന ടീം ഉണ്ടാകാൻ അച്ഛൻ ശ്രമിക്കണം. അതിന് പിതാവിന് മറ്റു കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല, ഈ പാരിഷ് മിനിസ്ട്രി ഒന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അന്ന് അദ്ദേഹം KCBC-യിൽ പങ്കെടുത്ത ആളില്ല, കാരണം റിട്ടയർ ചെയ്തു, എമരിറ്റൂസ് ആയിരുന്നു. പക്ഷേ പിതാവ് ഇങ്ങനെ പറഞ്ഞതാണ്, ഞങ്ങളുടെ രൂപതയിലെ എല്ലാ ഇടവകളിലും പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ടീമെങ്കിലും ഉണ്ടാകാൻ അച്ഛൻ പരിശ്രമിക്കണം, ഞങ്ങളുടെ നേതൃത്വത്തോട് പറയണം. ദാറ്റ് മീൻസ് അതൊക്കെ അർത്ഥമാക്കുന്നത് കരിസ്മാറ്റിക് ഒരു വഴി കൂടി ഇടവക കേന്ദ്രീകൃതമാകണമെന്ന് അഭിനയ പിതാക്കന്മാർ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടി എളുപ്പമായി തോന്നുന്നത്, കാരണം അഭിനയ പിതാക്കന്മാർക്കെല്ലാം കരിസ്മാറ്റിക്കിനെ കുറിച്ച് ബോധ്യമുണ്ട്. ഒരുപാട് വൈദികർ കരിസ്മാറ്റിക് ധ്യാനം കൂടി ഇന്ന് കരിസ്മാറ്റിക് ശൈലിയിൽ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്ന അച്ഛന്മാരുണ്ട്. അവിടെയൊക്കെ നമുക്ക് അച്ഛൻ ശുശ്രൂഷ ചെയ്ത ഇടവകകളിൽ കരിസ്മാറ്റിക് നവീകരണത്തെ, ചിലപ്പോൾ കരിസ്മാറ്റിക് നവീകരണം അവിടെ വലിയ വ്യാപകമൊന്നും ആയിരുന്നില്ലായിരിക്കാം, എങ്കിൽ പോലും ഉള്ള നവീകരണത്തെ എത്രത്തോളം അതിനെ ഇടവക ബന്ധിയാക്കാൻ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്? ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മകൾ,
കുടുംബ കൂട്ടായ്മകൾ ഒരു പ്രത്യേക സ്ട്രക്ചറിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് ആളുകൾക്ക് അത്ര സുഖകരമായിരുന്നില്ല. അല്പം ബോറടി പോലെ തോന്നി. എല്ലാം ഒരേ വിധത്തിൽ മുൻപോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ കുടുംബ കൂട്ടായ്മകളുടെ ശൈലി മാറാൻ ശ്രമിച്ചു. ശരിക്കും ഒരു കരിസ്മാറ്റിക് ശൈലിയാണ് എൻ്റെ കുടുംബ കൂട്ടായ്മകൾ ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു നല്ലൊരു അനുഭവം, ഒരു റിലീഫ് വന്നതുപോലെ ഒരു ഫീൽ അവർ പറയുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, വചനം പങ്കുവയ്ക്കുന്നു, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. അത് കഴിയുമ്പോഴേക്കും ഒരു നല്ല സ്തുതിപ്പ് വരുമ്പോഴേക്കും തന്നെ ആൾക്കാർ ഒന്ന് ഫ്രീ ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശൈലിയിലാണ് ഞാൻ കുടുംബ കൂട്ടായ്മകൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പിന്നെ ഒപ്പം തന്നെ സംഘടനകളുമൊക്കെ ഒരു നിഷ്ഠമായിട്ട് ചട്ടക്കൂടിനുള്ളിൽ മുൻപോട്ട് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ഈ ഒരു പാരിഷ് മിനിസ്ട്രിയുടെ ഒരു ഓറിയൻറ്റേഷൻ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിക്കുക. ഇടവകയുടെ സജീവമായ ഉണർവിനെ പാരിഷ് മിനിസ്ട്രി വളരെയേറെ സഹായിക്കുന്നു. ഓരോ ഇടവകയും ഓരോ നവീകരണ സമൂഹവും ചേർന്ന സഭയുടെ ഉജ്ജ്വലനം. അതെ, പരിശുദ്ധാത്മാവിൻ്റെ സജീവ സാന്നിധ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും ജീവിക്കുന്ന ദൈവപുത്രൻ്റെ സുവിശേഷം ലോകം മുഴുവൻ എത്തട്ടെ. അതിനായി ധീരതയോടെ നമുക്ക് വേല ചെയ്യാം. തീർച്ചയായിട്ടും അച്ഛന് ഈശോ തന്ന ഒരു അവബോധം തന്നെയാണ് ഈ ഇടവക തലത്തിലേക്ക് കരിസ്മാറ്റിക് നവീകരണത്തെ വളർത്തണമെന്നുള്ളത്. അന്നു മുതൽ ഇന്ന് വരെ പിന്നീട് തുടർന്ന് വന്ന എല്ലാ KSTകളും കരിസ്മാറ്റിക് നവീകരണം ഇടവക തലത്തിലാകണം എന്ന ഒരു ആഗ്രഹത്തോടെ പാരിഷ് മിനിസ്ട്രിയെ വളർത്തുന്നുമുണ്ട്. ഇന്ന് പാരിഷ് മിനിസ്ട്രി, അതായത് ഇടവക തലത്തിൽ നവീകരണം വളർന്ന് വ്യാപിക്കാൻ അച്ഛൻ കാണുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ, കരിസ്മാറ്റിക് നവീകരണ ഇടവകകളിൽ വളർന്ന് വ്യാപിക്കുന്നതിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ എന്തെങ്കിലും? ഒരുപക്ഷെ ഇന്നത്തെ കാലത്തെ പ്രതിസന്ധി അല്പം മാറ്റമുണ്ടെന്ന് വിചാരിക്കുക. ഒരുപക്ഷെ ഒരു 10 വർഷങ്ങൾക്കപ്പുറത്ത്, ഒരു 15 വർഷങ്ങൾക്കപ്പുറത്തുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് വൈദികരുടെ അല്ലെങ്കിൽ വികാരിച്ചന്മാരുടെ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ സപ്പോർട്ടില്ലായ്മയായിരുന്നു ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വേണ്ടതുപോലെ പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ ഇന്ന് അതിന് നേരെ തിരിച്ചായി. അച്ഛന്മാർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ കമ്മിറ്റ്മെൻറ്റുള്ള നല്ല തീക്ഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതരുടെ അഭാവം നമുക്ക് ഇടവക തലത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം. അവരൊരു 4-5 പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ലാണ്ട് ഇടവക കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പ് വളരണം, പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുള്ള ആ ഒരു ആവേശത്തോടെ പ്രവർത്തിക്കുന്ന ആത്മായ നേതൃത്വം, ആത്മായ സഹോദരങ്ങളെന്ന് ഇടവക തലത്തിൽ കുറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. അതിനുള്ളൊരു പ്രതിവിധി എന്തായിരിക്കും അച്ഛൻ്റെ ഒരു പാരിഷ് പ്രീസ്റ്റ് എന്ന വണ്ണം ഇങ്ങനെ ഈ അൽമായർക്ക് ഈ അവബോധം കൊടുക്കാനുള്ള ഒരു പ്രതിവിധി എന്തായിരിക്കും? ഞാൻ വിചാരിക്കുന്നു കുറച്ചുകൂടി സോണൽ സബ് സോണൽ സംവിധാനങ്ങൾ ഈ ഒരു ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് വലിയ ചിന്തകൾ, വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇടവക കേന്ദ്രീകൃതമായിട്ട് എല്ലാ ഇടവകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാകണം, നിർബന്ധം ഉണ്ടാകണം. ആ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഇടവക ബന്ധിയായിട്ട് വളർത്താൻ തക്ക രീതിയിലുള്ള ഫോർമേഷനും അതുപോലെ തക്ക ചിന്തകളൊക്കെ പങ്കുവയ്ക്കാൻ, അവരെ വളർത്താൻ. പ്രത്യേകിച്ച് നമുക്കറിയാം കുറേ വർഷങ്ങൾക്കപ്പുറത്ത് വരെ നമ്മുടെ എന്താ പറയുക ഭവന സന്ദർശനം ഉണ്ടായിരുന്നു. കരിസ്മാറ്റിക്കുകളുടെ ഭവന സന്ദർശനം, കോമിഷൻ മനോഹരമായി ചെയ്തിരുന്നതാണ്. പക്ഷേ ഇന്ന് നമുക്കതിന് സമയമില്ല. നമ്മൾ ഒരുപാട് തിരക്കിലാണ്. നേതൃത്വം കൊടുക്കുന്ന ഞാൻ സഹിതമുള്ള അച്ഛന്മാർക്ക് തിരക്കാണ്, സോണൽ നേതൃത്വത്തിന് തിരക്കാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തിരക്കാണ്, ഭവന സന്ദർശനം നമ്മുടെ ഒരു വലിയ മിനിസ്ട്രി ആയിരുന്നു അത്. പക്ഷെ അതൊക്കെ നിന്നുപോയി. ഇപ്പോൾ നമ്മളൊരു കുറേ വ്യത്യസ്തമായ മിനിസ്ട്രികൾക്ക് നേതൃത്വം കൊടുക്കുന്നല്ലാണ്ട് ഭവന സന്ദർശനത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ എന്തൊരു അനുഭവമായിരുന്നു ആൾക്കാർക്ക്. തീർച്ചയായിട്ടും പാരിഷ് മിനിസ്ട്രിയുടെ കഥ വീണ്ടും വരേണ്ടതാണ് ഞാൻ വിശ്വസിക്കുക. പാരിഷ് മിനിസ്ട്രിയുടെ ഈ ഭവന സന്ദർശനം വീണ്ടും രൂപപ്പെടണം. അങ്ങനെ അതിന് പക്ഷേ രൂപപ്പെടണമെങ്കിൽ തക്ക സമയം ചെലവഴിക്കാൻ കഴിവുള്ള, താല്പര്യമുള്ള, കമ്മിറ്റ്മെൻറ്റുള്ള ആത്മായ സഹോദരങ്ങൾ മുൻപോട്ട് വരണം. അതുണ്ടാകണം. ആ ഒരു ഫോർമേഷൻ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തെ അച്ഛനൊരു ആവേശമായിട്ടാണ് അച്ഛൻ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു ഇടവക അച്ഛൻ അതിനേക്കാൾ വലിയൊരു ആവേശമാണെന്ന്, അല്ലെങ്കിൽ അത്തരം ആവേശമുള്ള ധാരാളം ആളുകൾ കരിസ്മാറ്റിക് നവീകരണത്തിൽ ഉണ്ടാകണം എന്നുള്ള അച്ഛൻ്റെ വലിയ സ്വപ്നം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അച്ഛൻ്റെ ചില അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഇടവകയിലെ മനുഷ്യരുടെ കൂടെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് വേറിട്ട ചില ചിന്തകൾ സമ്മാനിക്കുന്നു. ഒപ്പം നവീകരണത്തിലെ അൽമായ സമൂഹത്തിന് വളരെ ആഴത്തിലുള്ള ഈ ഇടവക ബന്ധിയായ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഫോർമേഷൻ അത്യാവശ്യമാണെന്നുള്ള അച്ഛൻ്റെ ചിന്തകൾ ഈ കാലഘട്ടത്തിന് വളരെ നിരക്കുന്നതാണ്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ വളരെ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾക്കും അതുപോലെ അച്ഛൻ്റെ യേശു അനുഭവത്തിനും, അച്ഛനെ നയിക്കുന്ന ബോധ്യങ്ങൾ തരുന്ന യേശു അനുഭവത്തിനും ഒക്കെ ഞങ്ങളേറെ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ്റെ വിലയേറിയ സമയം
ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് എല്ലാവരുടെയും പേരിൽ അച്ഛന് ഞങ്ങൾ ഹൃദ്യമായ നന്ദി പറയുന്നു. അടുത്ത ആഴ്ച കുറേ കൂടി വ്യക്തതയുള്ള ചിന്തകളുമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസ് നെരുതുക്കലച്ചനെ കാത്തിരിക്കുന്നു. നന്ദി. ഓരോ വ്യക്തിയും അവനായിരിക്കുന്ന അവസ്ഥയിൽ സുവിശേഷത്തിനായി ജീവിക്കുക. അവനായിരിക്കുന്ന സമൂഹത്തിൽ യേശുവിന് സാക്ഷ്യം നൽകുക. ഓരോ വ്യക്തിയും വ്യക്തിപരമായി വിശുദ്ധിയിൽ വളരുക. ഈ വിശുദ്ധിയിൽ ആഴപ്പെട്ട് അവൻ്റെ വ്യക്തിജീവിതത്തിന് ചുറ്റും ഓരോ സുവിശേഷ വയൽ കണ്ടെത്തുക. ആത്മാക്കളെ കർത്താവിനായി നേടുക. ഇങ്ങനെ ഓരോ വ്യക്തിയുടെ വയലുകളും ചേരുമ്പോൾ സഭ പുതിയ ചൈതന്യത്താൽ ഉജ്ജ്വലിക്കും. ഇതാവണം വ്യക്തിപരമായ നവീകരണത്തിലൂടെയുള്ള സഭയുടെ വിശുദ്ധീകരണവും നവീകരണവും. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാടുവാൻ എൻ വചനം, ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകല്ലെന്നേ ഒരു നാളും അകറ്റുകല്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. അകറ്റുകല്ലെന്നേ ഒരു നാളും അകറ്റുകല്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാടുവാൻ എൻ വചനം, ഏകുവാനൊരു സാക്ഷ്യം.